ഹായ് ഫ്രണ്ട്സ്, i20 വാഹനത്തിൻ്റെ എൻജിൻ ഫൗണ്ടേഷൻ പോയിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്നൊക്കെ കാലെടുക്കുന്ന സമയത്ത് എൻജിൻ ഫൗണ്ടേഷൻ സൗണ്ട് വരികയും ഭയങ്കര അസ്വസ്ഥത നമുക്കുണ്ടാവും. പടപടാന്നുള്ളൊരു സൗണ്ട് എൻജിൻ സൈഡിൽ നമുക്ക് കിട്ടും. അത് എൻജിൻ ഫൗണ്ടേഷൻ 3 എൻജിൻ ഫൗണ്ടേഷനാണ് സാധാരണ വരുന്നത്. പക്ഷേ നമ്മൾ ഈ i20യിൽ ചെക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന എൻജിൻ ഫൗണ്ടേഷൻ പോയി. ഇതാണ് പഴയ എൻജിൻ ഫൗണ്ടേഷൻ. അപ്പോൾ പുതിയ എൻജിൻ ഫൗണ്ടേഷൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ എൻജിൻ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് കണ്ട് ഈ ഒരു ഭാഗത്ത് മേൽഭാഗത്ത് വരുന്ന ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. അതുപോലെ പഴയതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒട്ടുമില്ല, അങ്ങ് താന്നങ്ങ് പോയി. അത് ഇരുത്തിയതാണ് ഫൗണ്ടേഷൻ. പുതിയ ഫൗണ്ടേഷൻ ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ മാറുമ്പോൾ ഫ്രണ്ട് എൻജിൻ സൈഡിൽ നിന്നുള്ള അടിയും മറ്റു കാര്യങ്ങളൊക്കെ മാറും. ബാക്കി 2 ഫൗണ്ടേഷനും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് കാണിക്കാം. ഇത് ഒറിജിനൽ പീസ് തന്നെയാണ്. MRP വരുന്നത് കവറിനകത്ത് 3385 രൂപയാണ് MRP വരുന്നത്. ഹുണ്ടായിയുടെ ജെന്യുവൻ സാധനം തന്നെയാണ്. അപ്പോൾ പോയ ഫൗണ്ടേഷൻ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ എൻജിൻ സൈഡിൽ നിന്ന് ഭയങ്കരമായ സൗണ്ടും വൈബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.